ഇടുക്കി കുന്തളംപാറ കാവുംപടി ദേവീക്ഷേത്രത്തിൽ മീനപ്പൂര ഉത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ പടയണി അരങ്ങേറി. പടയണിക്കോലങ്ങൾ എരിയുന്ന ചൂട്ടുകറ്റകളുടെ വെളിച്ചത്തിൽ തുള്ളിയുറഞ്ഞപ്പോൾ കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി. കടമനിട്ട ഗോത്രകലാകളരിയിലെ കലാകാരന്മാർ ഭൈരവിക്കോലം, ഗണപതിക്കോലം, കാലങ്കോലം, മറുതാക്കോലം എന്നിവ കെട്ടിത്തുള്ളി. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ താളത്തിൽ തീച്ചുട്ടകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിലായിരുന്നു അവതരണം. നൂറുകണക്കിന് ആളുകൾ പടയണി കാണാൻ ക്ഷേത്രത്തിലെത്തി. ഇടുക്കി ജില്ലയിൽ ദേവീപ്രീതിക്കായി പടയണി നടത്തുന്ന ഏക ക്ഷേത്രമാണ് കുന്തളംപാറ ദേവീക്ഷേത്രം. കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകമായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലയാണ് പടയണി. ഒരു ഗ്രാമത്തിലെയോ ദേശത്തെയോ മുഴുവൻ ജനങ്ങളെയും വസൂരിയിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായാണ് പടയണി നടത്തിവരുന്നത്. അതുകൊണ്ട് തന്നെ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണാനാകും. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചുട്ടകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്നതാണ് അവതരണ രീതി. പടയണിക്കോലങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ വസ്തുക്കളാണ്. കമുകിൻ പാളയും പച്ചയീർക്കിലിയും പ്ലാവിനിലയും കമുകിൻ വാരികളും കുരുത്തോലകളും വാഴനാരും ഉപയോഗിച്ചു വരുന്നു. ചായങ്ങൾ ചെങ്കല്ലരച്ചെടുക്കുന്ന ചുവപ്പും, പച്ചമാവില വെയിലത്ത് വാട്ടി വെണ്ണപ്പരുവത്തിൽ അരച്ചെടുക്കുന്ന കറുപ്പും, മഞ്ഞൾ അരച്ചെടുക്കുന്ന മഞ്ഞയും പച്ചയും വെള്ളയും കോലങ്ങൾ പഞ്ചവർണ്ണം നൽകുന്നു. പച്ചപ്പാളയുടെ പുറന്തൊലി കനം കുറച്ച് ചീകിയെടുക്കുന്നതാണ് വെള്ളനിറം. പച്ചനിറം വേണ്ടെടുത്ത് പാളയുടെ പുറന്തൊലി ചീകിക്കളയാതെ തന്നെ ഉപയോഗിക്കുന്നു. പഞ്ചവർണ്ണങ്ങളെ പഞ്ചഭൂതങ്ങളുടെ ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി പ്രതീകമായാണ് കണക്കാക്കുന്നത്. കോലങ്ങൾ ഉണ്ടാക്കുന്നതും വൃദ്ധശുദ്ധിയോടെയാണ്. ചടങ്ങുകൾക്ക് തന്ത്രി കെ പരമേശ്വര ശർമ്മ, കല്ലാരവേലി ഇല്ലം കാര്യദർശി PS ഷാജി പെരുമ്പള്ളിൽ, ക്ഷേത്രം പ്രസിഡന്റ് MT രാജു, സെക്രട്ടറി MD വിപിൻ ദാസ്, ഉത്സവ കമ്മിറ്റി ചെയർമാൻ MM രാജൻ, ജനറൽ കൺവീനർ TG അജേഷ്, അജി മംഗലത്ത്, ഷിജു പത്രിക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.